ഒരു കാലത്ത് സീരിയൽ രംഗത്ത് വളരെ സജീവമായിരുന്ന നടിയാണ് ശോഭ ശങ്കർ. താരത്തിന്റെ ദുരിതം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഈയിടെയാണ് പുറംലോകം അറിയുന്നത്. ആത്മ പോലുള്ള സംഘടനകൾ ഉണ്ടായിട്ട് പോലും നടിയെപ്പറ്റി ആർക്കും അറിവില്ലായിരുന്നു. കുറെ കാലമായി അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ശോഭ. അപകടത്തിൽ പരിക്കേറ്റ ഭർത്താവും ഓട്ടിസം ബാധിതനായ മകനുമായി വളരെ ദുരിതത്തിലാണ് താരത്തിന്റെ ജീവിതം. സ്വന്തമായി വീടില്ല. വാടക വീട്ടിൽ താമസിച്ച ഇവർക്ക് വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതോടെ സഹായത്തിനായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന തരത്തിലേക്ക് ജീവിതം നീങ്ങുകയായിരുന്നു. മകനും ഭർത്താവിനും സഹായം വേണമെന്നതിനാൽ ജോലിക്ക് പോലും പോകാനാവാത്ത അവസ്ഥ. ഫ്ലവേഴ്സ് 1 കോടി എന്ന പ്രോഗ്രാമിലാണ് ശോഭയുടെ കഥ ലോകമറിയുന്നത്. വിവാഹത്തെക്കുറിച്ച് താരം പറയുന്നത് ഇങ്ങനെയാണ്. ഭാരത് മാട്രിമോണിയൽ സൈറ്റ് വഴി വന്ന ആലോചനയാണ്. പ്ലംബിങ്ങിന്റെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു ശങ്കരേട്ടന്. ബിസിനസ് നന്നായി പോകുന്നതിനിടെ സ്കൂട്ടർ ആക്സിഡന്റ് ആവുകയും ഹെഡ് ഇഞ്ചുറി ആവുകയും ചെയ്തു. 8 മാസം കോമയിലായിരുന്നു. റിക്കവറായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് മാട്രിമോണിയിൽ കൊണ്ടിടുന്നത്. കല്യാണത്തിന് വേണ്ടിയായിരുന്നില്ല. ചേട്ടന് ആഹാരമെടുത്ത് കഴിക്കാനോ വസ്ത്രം പിഴിയാനോ ഹോട്ടൽ ഭക്ഷണം കൊണ്ടുവരുന്ന കവർ അഴിക്കാനോ പോലും സാധിക്കില്ല. അച്ഛനും അമ്മയുമില്ല. ബന്ധുക്കളൊന്നും സഹായത്തിനുണ്ടായിരുന്നില്ല. ആശുപത്രിയിലായിരുന്ന സമയത്ത് സാധനങ്ങളും കാറുമൊക്കെ ബന്ധുക്കളും പഴയ സ്റ്റാഫുകളും അടിച്ചു മാറ്റിയിരുന്നു. നടക്കാൻ പറ്റില്ല. ഭിത്തിയിൽ പിടിച്ചാണ് നടക്കുന്നത്. ലെഫ്റ്റ് വിഷനില്ല, ബാലൻസ് ഇല്ല. ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കും. കണ്ണിനകത്ത് പഴുപ്പ് വന്നുകൊണ്ടിരിക്കും. ഒരു നേരത്തെ ഭക്ഷണം പോലും ആരും കൊടുക്കാതെയായി. 2012 ഞാനും ഒരു അപകടത്തിൽപ്പെട്ടു. വസുന്ധര മെഡിക്കൽസ്, അമാവാസി, മിന്നുകെട്ട്, അമ്മേ ദേവി തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചു നിൽക്കുകയാണ്. ഷോൾഡറിന് പൊട്ടലുണ്ടായി. 2 മാസം ബെൽറ്റ് ഇടേണ്ടി വന്നു. അപ്പോഴാണ് ചേട്ടന്റെ ഫോട്ടോ സൈറ്റിൽ കാണുന്നത്. ഹായ് അയച്ചു. അപകടത്തെക്കുറിച്ചൊന്നും അതിൽ പറഞ്ഞിരുന്നില്ല. പ്ലംബിംഗ് ബിസിനസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് അവിടുത്തെ സ്റ്റാഫ് വിളിച്ചു. ശങ്കറിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ശോഭയുടെ അമ്മയാണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വളരെ പതുക്കെയായിരുന്നു സംസാരിച്ചത്. വൈകിട്ട് 7 മണി സമയമാണ്. ചില ആണുങ്ങൾ ഈ സമയത്ത് വെള്ളമടിക്കുമല്ലോ. കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല മക്കളെ, കുടിച്ചതല്ല. വലിയൊരു അപകടം പറ്റി റിക്കവറായി വന്നതാണ്. കല്യാണം കഴിക്കാനല്ല, ഒരു സഹായത്തിന് വേണ്ടിയാണ് പയ്യന്മാർ ഇട്ടതെന്ന് പറഞ്ഞു. എല്ലാം വിശദമായി തന്നെ സംസാരിച്ചു. ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. പറ്റില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. പറയുന്നതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ചു ദിവസങ്ങൾ സംസാരിച്ചിരുന്നു. ആ മനുഷ്യനോട് എനിക്ക് സിമ്പതിയായിരുന്നു. എനിക്കന്ന് 26 വയസ്സാണ്. ദാമ്പത്യ ജീവിതത്തിൽ ശാരീരിക സുഖത്തേക്കാൾ വലുതാണ് സ്നേഹം. 12 വർഷമായി. ഇന്നുവരെ ഞാനൊരു രാത്രി പോലും ചേട്ടനെ വിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നും എന്റെ ചേട്ടനെ പൊന്നുപോലെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു. നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞു. കാണാൻ ചേച്ചിയും ഭർത്താവുമാണ് കൂടെ വന്നത്. മോതിരം വാങ്ങി വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു. കാണുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കൂ, ഞാൻ സംരക്ഷിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യമായി കാണുമ്പോൾ എന്നെ ശരിക്കും കാണാൻ പോലും സാധിക്കില്ലായിരുന്നു. കണ്ടു, മോതിരമിട്ടു. 1 മാസം കഴിഞ്ഞാണ് കല്യാണം നടക്കുന്നത്. കല്യാണത്തിനായി താലിയൊക്കെ വാങ്ങി ചേട്ടൻ. തലേന്ന് വിളിച്ച് നീ വരുമോ, നാളെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വരുമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങി ഇറങ്ങി. എല്ലാവരും കരച്ചിലായിരുന്നു. താലി കെട്ടിയതുപോലും പൂജാരിയുടെ സഹായത്തോടെയായിരുന്നുവെന്നും ശോഭ പറയുന്നു. വിവാഹം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ കുട്ടികളെയും കൊണ്ട് അമ്മമാർ പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി തുടങ്ങി. അങ്ങനെ ചേട്ടനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ഡോക്ടർ പറഞ്ഞത് കുട്ടിയോ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നത് തന്നെ മഹാഭാഗ്യം എന്നായിരുന്നു. രക്ഷയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടിയെക്കുറിച്ച് നേരത്തെ ഞാൻ ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹത്തെ സേവിക്കണം എന്ന് മാത്രമായിരുന്നു. പക്ഷെ 4 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് വിഷമം തോന്നി തുടങ്ങി. അമ്മയാകണം എന്നൊരു ചിന്ത എനിക്ക് വന്നു. അങ്ങനെ 6 മാസത്തോളം ചികിത്സ നടത്തി. യാതൊരു ഫലവുമില്ല. ഇനി രക്ഷയില്ല. പക്ഷെ അപ്പോഴും എനിക്ക് പരാതിയില്ല. കൂട്ടിവെച്ച പൈസയൊക്കെ വെച്ച് ഒരു ലാബ് പട്ടിക്കുട്ടിയെ വാങ്ങി. ഇനിയും ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. എനിക്കൊരു ആഗ്രഹം തോന്നി. എന്റെ ചേച്ചിമാരുടെ മക്കളെയൊക്കെ എന്റെ അമ്മ കുളിപ്പിക്കുമായിരുന്നു. എനിക്കുണ്ടാകുന്ന കുട്ടിയെയും അമ്മ കുളിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ പട്ടിക്കുട്ടിയുമായി അമ്മയെ കാണാൻ ചെന്നു. അപ്പോഴേക്കും അമ്മയോടുള്ള എല്ലാ കടമയും ഞാൻ ചെയ്തിരുന്നു. 4 വർഷവും എല്ലാ മാസവും അമ്മയെ പോയി കണ്ട് 1000 രൂപ കൊടുക്കും. പക്ഷെ ഒരു ചായ പോലും കുടിക്കാൻ നിൽക്കില്ല. അപ്പോൾ തന്നെ തിരികെ പോരും. എനിക്ക് മക്കളുണ്ടാകില്ല. അതിനാൽ ഞാൻ ഈ പട്ടിക്കുട്ടിയെ ദത്തെടുക്കുകയാണ്.
ഈ പട്ടിക്കുട്ടിയെ അമ്മ ഒന്ന് കുളിപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ഒത്തിരി കരഞ്ഞു. ശേഷം മഗ്ഗിൽ വെള്ളമെടുത്ത് പട്ടിക്കുട്ടിയെ കുളിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂറോ സർജൻ കാണാൻ വിളിക്കുന്നത്. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, നടക്കുമോ എന്ന് ഉറപ്പില്ല, ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ മോൻ ഉണ്ടാകുന്നത്. ഗർഭിണിയായ സമയത്ത് എനിക്ക് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. ആ സമയത്ത് സ്റ്റാഫ് സുബിന്റെ അമ്മ അവന് ഭക്ഷണം കൊടുത്തു വിടുന്നതിൽ കുറച്ച് അധികം കറികളും ഉപ്പേരികളും ഒക്കെ കൊടുത്തു വിടുമായിരുന്നു. അതായിരുന്നു എൻ്റെ വയറ്റിൽ കിടന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് കഴിച്ചത്. സുബിന്റെ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 6 മാസത്തോളം എന്നോട് ചോദിക്കുമായിരുന്നു, മക്കളെ എന്നെ വിട്ടു പോകുമോ എന്ന്. 6 മാസം കഴിഞ്ഞതോടെ മേലാൽ എന്നോട് ഇത് ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടന്റെ നാട്ടുകാരും സ്റ്റാഫുകളും ഒക്കെ അവൾ സീരിയൽ നടിയാണ്, ഇട്ടിട്ട് പോകുമെന്നും ശങ്കര നീ പിന്നെയും തെങ്ങിൽ തന്നെയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് 1.5 മാസം വയസ്സുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഡെങ്കിപ്പനി വന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഐ കോണ്ടാക്ട് കുറവാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഓട്ടിസം ആണെന്നൊരു സംശയമുണ്ടെന്നും പറഞ്ഞു. പക്ഷേ മകനെ കണ്ടാൽ മനസ്സിലാകില്ലായിരുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഓട്ടിസം ആണെന്ന് സ്ഥിരീകരിക്കുന്നത്, ശോഭ പറയുന്നു.